മുന്നണി നടത്തിയിട്ടില്ല. ആ തരത്തിൽ ഓരോ ലോകസഭാ മണ്ഡലത്തിലും നടക്കുന്ന പദയാത്രയിൽ 25,000-ൽ കുറയാത്ത ആളുകൾ പങ്കെടുക്കും. മാത്രമല്ല, ഈ പദയാത്ര മറ്റൊരു സവിശേഷത, പദയാത്രയില് നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇതുവരെ BJP-യുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റു രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി പ്രമുഖന്മാർ വിവിധ ലോകസഭാ മണ്ഡലങ്ങളിലെ പദയാത്രയിൽ അവരണിനിരക്കും. അതോടൊപ്പം തന്നെ ഈ പദയാത്രയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ യോഗം നടക്കുന്നുണ്ടാവും. കാലത്ത് 3 മണിക്കാണ് പദയാത്രയുടെ ഉദ്ഘാടനം നടക്കുന്നത്. കാലത്ത് ഗുണഭോക്താക്കളുടെ, കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായ ആളുകളുടെ യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ NDA ചെയർമാൻ പങ്കെടുക്കും. അതേപോലെ തന്നെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളുമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംവദിക്കും. അവരുടെ പ്രത്യേകം യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സാംസ്കാരിക, മത, സാമുദായിക സംഘടനകളിലെ പ്രമുഖരായിട്ടുള്ള ആളുകളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അതായത് സ്നേഹയാത്ര എന്ന രീതിയിൽ നേരത്തെ നാമകരണം ചെയ്ത ആ പരിപാടി ഈ പദയാത്രയുടെ ഭാഗമായി നടക്കുന്നു. 1, ഗുണഭോക്താക്കളുടെ യോഗം. 2, സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുമായി സംവദിക്കും. 3, നേരെ സൂചിപ്പിച്ച സാമുദായിക സംഘടനകള്, സാമൂഹ്യ സംഘടനകള്, സാംസ്കാരിക സംഘടനകളുള്ളവരുമായിട്ട് സംവദിക്കുന്ന ഒരു സ്നേഹയാത്രാ പരിപാടിയും ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് 20 ലോകസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ NDA-യില് ചുരുങ്ങിയത് 1000 പേരെ പുതുതായി ചേർക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ 20 ദിവസത്തെ പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരു ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ചുരുങ്ങിയത് 1000 പേര് NDA-യിൽ ചേരും. അതായത് നേരത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച സംസ്ഥാന തലം മുതൽ താഴെ തലം വരെയുള്ള ചുമതല വഹിച്ചിരുന്നവരുണ്ടാകാം. അതേപോലെ തന്നെ വ്യത്യസ്ത സാമൂഹിക, സാമുദായിക, സാംസ്കാരിക സംഘടനകളിലെ അമരക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അങ്ങനെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരിൽപ്പെട്ടിട്ടുള്ള 1000 പേര്, ചുരുങ്ങിയത് 1000 പേരെങ്കിലും ഓരോ പദയാത്രയിലും ഓരോ ദിവസം നടക്കുന്ന പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ചിട്ട് NDA-യിൽ ചേർക്കും. ഈ ഒരു പരിപാടി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനുവരി 27 കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയും ഫെബ്രുവരി 27 പാലക്കാട് അവസാനിക്കുകയും ചെയ്യുന്ന ഈ പദയാത്ര അവസാനിക്കുമ്പോഴേക്കും കേരളത്തിലെ പുതിയ ബദൽ രാഷ്ട്രീയം NDA-യുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വരും. ആ ബദൽ രാഷ്ട്രീയത്തിന്റെ മൂർത്തമായ രൂപം 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDF-നോടും UDF-നോടും വിട പറഞ്ഞുകൊണ്ട് മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന മലയാളിയെയാണ് നാം ഇപ്പൊ കാണുന്നത്. മാറുന്ന മലയാളിയുടെ മനസ്സ് നമുക്കിപ്പോ കേരളത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ബദൽ രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നു. ദേശീയ തലത്തിൽ നിന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്നിട്ടുള്ള കേരളം ഈ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ രാഷ്ട്രീയത്തോട്, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തോട്, വികസനത്തിന്റെ രാഷ്ട്രീയത്തോട്, ജനക്ഷേമത്തിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം സംഭവിക്കാൻ പോകുന്നു. അതിന് ആക്കവും വേഗതയും കൂട്ടാൻ ഈ NDA ചെയർമാൻ ശ്രീ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കേരള പദയാത്രയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങ് നടന്നതിന് ശേഷം ബിജെപിക്ക് ഒരു കൂടുതലായിട്ട് ഒരു ആത്മവിശ്വാസം തന്നിട്ടുണ്ടോ, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യം? അല്ല, BJP-യുടെ ആത്മവിശ്വാസം എന്നതിനപ്പുറത്ത്
ഒരു ദേശീയതയുടെ, ദേശാഭിമാന ബോധത്തിന്റെ, ദേശസ്നേഹത്തിന്റെ ഒരു പുതിയ ഉണർവ് നമ്മുടെ കേരളത്തിൽ സർവ്വ മേഖലയിലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയക്കാരായിട്ടുള്ള CPM-ഉം കോൺഗ്രസും ബഹിഷ്കരിച്ച ചടങ്ങ് കേരളത്തിലെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മുഴുവൻ കേരളവും ആ ചടങ്ങിനെ നെഞ്ചേറ്റാൻ, ഏറ്റെടുക്കാൻ, വിജയിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ ജനുവരി 22-ന് കേരളത്തിൽ നടന്നിട്ടുള്ള വിവിധ പരിപാടികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കോൺഗ്രസിന് CPM-നെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ആ ബഹുഭൂരിപക്ഷം ജനസമൂഹം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ പങ്കെടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും BJPക്ക് മാത്രമല്ല എല്ലാ ദേശസ്നേഹികൾക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങോടുകൂടി സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അന്നേ ദിവസം വിവിധ ഉത്തരേന്ത്യയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ പുറത്ത് കൂട്ടിക്കെട്ടിയതായിട്ട് ചില വാക്കുകൾ പല സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഒരു പുതിയ യുഗത്തിന്റെ ആരംഭം ഈ പ്രാണപ്രതിഷ്ഠയോട് ഉണ്ടായിട്ടുണ്ട്. അത് സർവധർമ്മ സമഭാവനയുടെ ഒരു പുതിയ യുഗപ്പിറവ് ഉണ്ടായിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ ഈ അയോധ്യയെ സംബന്ധിച്ചുള്ള കോടതി വിധി, അതിനെ തുടർന്ന് ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പ്രാണപ്രതിഷ്ഠ, ഇതിലെല്ലാം വിഭാഗം ജനങ്ങളും എല്ലാവരും അനുകൂലിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പുതിയ ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ഇത് തൊട്ടപ്പുറത്ത് വലിയ പള്ളി ഉയർന്നു വരുന്നു. ഒരു ഭാഗത്ത് ക്ഷേത്രം, മറുഭാഗത്ത് പള്ളി. ഇത് നമ്മുടെ ഭാരതത്തിന്റെ തനതായ രൂപമാണ്. ഇത് ആ ചന്ദ്രതാരയും ഈ നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കും. പക്ഷെ അതിനിടയിൽ എവിടെയെങ്കിലും ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരുകൾ, പോലീസ് നടപടിയെടുക്കണം. ഞങ്ങൾ വിയോജിപ്പില്ല. പക്ഷെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ച്, ഇന്ത്യയിൽ എവിടെയെങ്കിലും നടന്ന സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് ഈ പ്രാണപ്രതിഷ്ഠയോടുകൂടി ആസേത് ഹിമാചലം ഉയർന്നു വന്നിട്ടുള്ള ഒരു പുത്തൻ ഉണർവിനെ, ഒരു ദേശീയ ബോധത്തെ, അതിന്റെ വെളിച്ചത്തെ തല്ലിക്കെടുത്താൻ തയ്യാറാവുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കന്മാർ മത്സരിക്കണമോ വേണ്ടയോ? ഇനി മത്സരിക്കാൻ തീരുമാനിച്ച ഏത് വേണ്ട, ഇതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അത്തരം ഒരു തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. അതേ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് NDAയുടെ നേതൃത്വത്തിൽ, NDAയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 27-ന് അത്യുത്തര കേരളമായ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന കേരള പദയാത്ര. ഒന്നുമില്ല, ഞങ്ങൾ അതിന്റെ ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിശ്ചയിക്കും. ഉഭയകക്ഷി NDA ഘടകകക്ഷികളുമായിട്ട് ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമാണ് ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. മസാലവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചോദ്യം ചെയ്യൽ വരാത്ത സാഹചര്യത്തെക്കുറിച്ച് കോടതി അതിന് അംഗീകാരം നൽകിയിട്ടും അത് വീണ്ടും നോട്ടീസ് അയച്ചിട്ടൊക്കെ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഇനിയും വരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് പറയുന്നത്. അല്ല, ഒന്ന് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നത്, ഒരു ഭാഗത്ത് ആത്മഹത്യകൾ അങ്ങനെ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കും, മറുഭാഗത്ത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഭ്യന്തര മാർക്കറ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ പലിശ കൊടുത്തിട്ട് വിദേശത്തുനിന്നും പണം കൊണ്ടുവന്നു എന്നുള്ളതാണ് മസാല ബോണ്ടിനെതിരായിട്ട് ആരോപണം. അതിന് മുഖ്യ പങ്ക് വഹിച്ചു എന്ന് കരുതുന്ന അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് ED നോട്ടീസ് അയച്ചു. അപ്പം ഇതുവരെ ഹാജരാവാൻ തയ്യാറായില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ, മുഖ്യമന്ത്രി കുറ്റക്കാരനാണ്. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഒരുമിച്ചായിരുന്നു തീരുമാനം എടുത്തത്. അവിടെ എന്നെ മാത്രം നോട്ടീസ്, അതിന്റെ അർത്ഥം എന്താ? എനിക്ക് മാത്രം നോട്ടീസ് നൽകുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കൊടുക്കണം. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. അതാണ് അപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അക്കാര്യത്തിൽ അദ്ദേഹത്തിന്
മൊഴി നേരിട്ട് പോയിട്ട് മൊഴി ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന കത്ത് അതൊരു മൊഴിയാക്കി മാറ്റിയാൽ സ്വാഭാവികമായിട്ടും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ച് ചോദ്യം ചെയ്യാം. അതാണ് CPM-ന്റെ മുൻ നേതാവും മുൻ ധനമന്ത്രിയുമായിട്ട് തോമസ് ഐസക് ED-യോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ഞങ്ങൾ തോമസ് ഐസക്കിനോട് പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം. തനിക്ക് ഇഷ്ടമില്ലെങ്കിലും മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തിയതിന്റെ പേരിലാണ് ഈ മസാല ബോണ്ടുകൾ വാങ്ങിച്ചത്. അതിന് പിന്നെ എന്തെങ്കിലും അഴിമതിയുണ്ടോ എല്ലാം വേണമെങ്കിൽ ഐസക്കിന് തുറന്നു പറയാം. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ED-യുടെ മുന്നിലും അതുപോലെ ജനങ്ങളുടെ മുന്നിലും തുറന്നു പറയാൻ സാധിക്കും. ഏതായാലും ഈ മുഴുവൻ കള്ളത്തരങ്ങളും തീവട്ടി കൊള്ളകള് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കറിയാം ബംഗാളില് ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം CPM-ന്റെ അന്ത്യ കൂതാശ നടത്താൻ ജ്യോതിബാസുവിനും ബുദ്ധദേവ് ഭട്ടാചാര്യക്കും 34 വർഷം വേണ്ടി വന്നു. എന്നാൽ പിണറായി വിജയന് 10 വർഷം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പണം കിട്ടിയിട്ടും മോഹൻലാൽ പങ്കെടുത്തില്ല. അതിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് മോഹൻലാലിനെതിരുണ്ടായിരുന്നു. ഇപ്പോൾ പണം റിലീസായതിനു ശേഷവും ഇന്നും ആ സൈബർ അറ്റാക്ക് വരുന്നത്. ഈ സൈബർ അറ്റാക്കിനോട് ഞങ്ങൾക്ക് യോജിക്കുന്നു. ഇപ്പൊ നമ്മള് KS ചിത്ര വിളക്കെത്തിക്കാൻ പറഞ്ഞു, രാമനാമം ജപിക്കാൻ പറഞ്ഞു ജനുവരി 28. ഇപ്പൊ കോൺഗ്രസ് CPM-ന്റെ ഭാഗത്തു നിന്ന് ജിഹാദി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വലിയ സൈബർ ആക്രമണം. ഞങ്ങൾ അത് ശക്തമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും. ഇപ്പൊ ഞാൻ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അതിന്റെ സംഘാടക സമിതി പ്രഗത്ഭരായ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അവരിൽ ചിലർ പോയിട്ടുണ്ട്, ചിലർ പോയിട്ടില്ല. പോകാത്തതിന്റെ കാരണം പലതും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികമാണ്. അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. ഈ വൺ ഇന്ത്യ വൺ നേഷൻ എന്ന ഒരു കോൺസെപ്റ്റ് വഴി നമ്മുടെ ഈ ഒരു ഫെഡറൽ സംവിധാനത്തെ തന്നെ തകരാറിലാക്കിയില്ലേ? ഒരു സംസ്ഥാനങ്ങളുടെ ആ ഒരു നിലനിൽപ്പ്, കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, ഇതെല്ലാം ഒന്നായിട്ട് പിന്നെ അതിനൊരു ബോർഡർ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തില്ലേ? എന്താണ് അങ്ങനെയുള്ള അതിനിപ്പോ നമ്മുടെ പ്രാഥമിക അഭിപ്രായം ഈ ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നതായിരിക്കും നന്നാവുക എന്നുള്ള അഭിപ്രായം ഞങ്ങൾ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാൻ അതിന്റെ രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിക്കുന്നതിന് ശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ഇത് ഇതിനോട് ഈ നിലപാടിനോട് ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുക എന്നുള്ളതിനോട് അനുകൂലമായ നിലപാടാണ് നേരത്തെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി പ്രകടിപ്പിച്ചത്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതില്ല. ഓക്കെ.